മേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. ഒന്നുകൂടി, അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നന്ദി. ഞങ്ങളുടെ തെറ്റുകൾ, മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കാതെ ക്രിസ്തു വഴി ലോകത്തെ രമ്യതപ്പെടുത്തി. ലത്തീൻ കുർബാനയിൽ സമാധാനം ആശംസിക്കുന്നതിന് മുമ്പ് പറയുന്നതാണ്: ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, don't look at our sins, but look at the faith of your church and grant us peace. കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങയുടെ സഭയുടെ വിശ്വാസത്തെ തൃക്കൺ പാർത്തുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. പരിഗണിക്കാതെ ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. ഇനി 5:17 നമുക്കെല്ലാം അറിയാവുന്ന വചനമാണ്. 2 കൊരിന്ത്യർ 5:17 എന്താ പറയുന്നത്? ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അപ്പൊ ഈ നീതീകരണത്തിലൂടെ നമ്മളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റി, പാപം മൂലം കലുഷിതമായ ആ ഹൃദയമെടുത്ത് മാറ്റി പാപം ചെയ്യാൻ പറ്റാത്ത കൃപ നമ്മളിൽ വർഷിക്കും. പിന്നെ അവന് പാപം ചെയ്യാൻ പറ്റില്ല. അവൻ്റെ പാപം ചെയ്ത അവയവങ്ങളെ നീതിയുടെ അവയവങ്ങളാക്കി മാറ്റും. ഇതെല്ലാം ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നു. നമുക്ക് വീണ്ടും റോമർ 3:21-22 ഒന്നുകൂടി നോക്കാം. നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേയുള്ളൂ. നിയമവും പ്രവാചകന്മാരും എല്ലാവരും പറഞ്ഞുകൊണ്ട് നിയമവും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് 23:24 എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. ഇത് എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി എന്ന് വെയിറ്റ് എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി എന്ന് പറയുന്നത് ഉത്ഭവപാപത്തെക്കുറിച്ചാണ്. ഉത്ഭവപാപം മൂലം പ്രപഞ്ചത്തിലുള്ള എല്ലാവരും പാപത്തിൽ വീണു.
എന്തുകൊണ്ടാണ്? അതാണ് ഉത്ഭവപാപം. ഉത്ഭവപാപം മൂലം എല്ലാവരും പാപം ചെയ്തു. കാറ്റഗിസത്തിൽ 404 പറയുന്നത്, ആദത്തിൻ്റെ പാപം എങ്ങനെയാണ് അവൻ്റെ സർവ്വസന്തതികളുടെയും പാപമായി തീർന്നത്. ആദത്തിൽ മനുഷ്യവംശം മുഴുവനും ഒരു മനുഷ്യൻ്റെ ഏക ശരീരം പോലെയാണ്. മനുഷ്യവംശത്തിൻ്റെ ഈ ഐക്യം മൂലം സർവ മനുഷ്യരും ആദത്തിൻ്റെ പാപത്തിൽ പങ്കുകാരായി. സർവരും ക്രിസ്തുവിൻ്റെ നീതിയിൽ പങ്കുകാരായതുപോലെ എന്നിരുന്നാലും ഓക്കെ, അത്രയും മതി. ഇപ്പോൾ പിന്നെ നമുക്ക് നോക്കാം. വീണ്ടും അവിടെ പോയി റോമർ തിരിച്ചു വരാം. 23. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. കുരിശിനാൽ അവൻ ലോകത്തെ വീണ്ടെടുത്തു. 2-ാം തലം. ഇങ്ങനെ കുരിശിൻ്റെ വഴി ചെല്ലുമ്പോൾ ഇതൊക്കെ ചെല്ലുന്നുണ്ട് അല്ലേ? എന്ത് ചെയ്തു? കുരിശിനാൽ അവൻ എന്ത് ചെയ്തു? ആരെ വീണ്ടെടുത്തു? ലോകത്തെ വീണ്ടെടുത്തു. കുരിശ് നമ്മളിങ്ങനെ കഴുത്തിലൊക്കെ കെട്ടിക്കൊണ്ട് പോകുമ്പോൾ സൂക്ഷിക്കണം. എന്താണ് ഈ കഴുത്തിൽ കെട്ടിയിട്ടേക്കണ കുരിശ്? ലോകത്തെ വീണ്ടെടുത്തതാണ്. കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. അപ്പം മോചനദ്രവ്യം കൊടുത്തത് ആരാ? യേശു. പക്ഷെ നമുക്ക് കിട്ടിയതോ സൗജന്യം. അപ്പോൾ ആരെങ്കിലും വില കൊടുത്തോ? ഇതിന് വില കൊടുത്തുവോ? വില കൊടുത്തു. പക്ഷെ നമുക്ക് കിട്ടിയത് സൗജന്യം. എന്താണ് കൃപ? കൃപ എന്ന് പറഞ്ഞാൽ എന്താകുന്നു? ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപയെന്ന് പറയുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവും പാപമോചനത്തിനും നിത്യജീവനുമായി സ്വീകരിക്കുക. വിശ്വസിക്കുക. എല്ലാം ഈശോ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കൃപ, അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. 25 അടുത്ത വചനം കൂടി വായിക്കാം. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നീതീകരണം നടന്നതിന് കൊടുത്ത വില, ആ മോചനദ്രവ്യം, അതിൻ്റെ ഒരു ഭാഗം എന്താണ്? രക്തം കൊണ്ടുള്ള പാപപരിഹാരം. രക്തം കൊണ്ടുള്ള പാപപരിഹാരം. പഴയ ഉടമ്പടി അതിൻ്റെ ഒരു നിഴൽ മാത്രമായിരുന്നു. ഈ പുതിയ ഉടമ്പടിയിലൂടെ യേശു ആകുന്ന ദിവ്യ കുഞ്ഞാട് തൻ്റെ രക്തം കൊണ്ട് മനുഷ്യവംശത്തെ ശുദ്ധീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ ഒരു നിഴൽ മാത്രമായിരുന്നു കുഞ്ഞാടിൻ്റെയും കാളക്കിടാങ്ങളുടെയും രക്തം തെളിച്ചിരുന്നത്. എന്നാൽ ആ രക്തത്തിന് മനുഷ്യനെ വിശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അവൻ്റെ പാപത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല.
രക്തം കൊണ്ടുള്ള പാപപരിഹാരം. യേശു രക്തം കൊണ്ടുള്ള പാപപരിഹാരം ചെയ്ത് നമ്മുടെ പാപമെല്ലാം എടുത്ത് മാറ്റി നമ്മളെ നീതീകരിച്ചപ്പോൾ നമ്മളെന്ത് ചെയ്തു? നമ്മൾ വല്ലതും ചെയ്തോ? നമ്മളെന്ത് ചെയ്യണം? വിശ്വസിച്ചാൽ മതി. അബ്രാഹത്തിനോട് പറഞ്ഞു, നിന്റെ ഭാര്യയുടെ ഗർഭം ഉണങ്ങിയിരിക്കുകയാണെങ്കിലും അവൾ ഗർഭിണിയാവും. ആകുമോ? ആകും. എങ്ങനെയാകും? അവളുടെ പ്രവൃത്തി കൊണ്ടാണോ? അവൻ്റെ പ്രവൃത്തി കൊണ്ടാണോ? അല്ല, ദൈവത്തിൻ്റെ നീതി, സൗജന്യദാനം. അബ്രാഹം വിശ്വസിച്ചു. അബ്രാഹത്തിന് ഉത്ഭവഭാവം ഉണ്ടായിരുന്നോ ഇല്ലയോ? അബ്രാഹത്തിന് ഉത്ഭവഭാവം ഉണ്ടായിരുന്നോ ഇല്ലയോ? ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അരുളി ചെയ്യാണ്, നിന്നെ ഞാൻ അനുഗ്രഹമാക്കും. അബ്രാഹം വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ല. പക്ഷെ എന്ത് ചെയ്തു? വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? ദൈവം അത് ചെയ്യും. ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഒരുപാട് സംശയങ്ങൾ വരും. ഈ സംശയങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് മാറ്റിത്തരും. വിഷമിക്കേണ്ട. ഇനി ഈ പഠനം നടക്കുകയാണ്. ഈ പ്രബോധനത്തിൻ്റെ അടുത്ത ഭാഗത്ത് വരുമ്പോൾ എല്ലാ സംശയങ്ങളും മാറും. ഒന്ന് സ്തുതിച്ച് പരിശുദ്ധാത്മാവേ നന്ദി. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്തുതിക്കും. ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധ, ഓ യേശുവേ, യേശുവേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണിത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. പണിക്കാറുപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇതു കർത്താവിന്റെ പ്രവൃത്തിയാണിത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക, ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. എല്ലാവരും ഒന്നുകൂടി. നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക, ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിനു നന്ദി പറയട്ടെ. ഇതാണ് കർത്താവിന്റെ കവാടം, നീതിമാന്മാരിലൂടെ പ്രവേശിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭാഷാവരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഇതാണ് കർത്താവിന്റെ കവാടം, ഇതാ ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നു. നീതിയുടെ കവാടം ഇതാ എഴുന്നള്ളിയിരിക്കുന്നു. ഇതാണ് കർത്താവിന്റെ കവാടം, നീതിമാന്മാർ അവയിലൂടെ പ്രവേശിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീതിമാന്മാർ എന്ന് പറയുന്നവർ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആ നീതിയുടെ പൂർണ്ണ അനുഭവത്തിലേക്ക് വരുന്നവരാണ്. നമുക്കിരിക്കാം. കാറ്റക്കിസത്തിലേക്ക് വീണ്ടും പോകുന്നു. ഒന്നുകൂടി വായിക്കുകയാണ്. 1987. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് നമ്മെ നീതീകരിക്കാൻ, അതായത് നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയും മാമോദീസായിലൂടെയും ദൈവത്തിൻ്റെ നീതി നമ്മിലേക്ക് പ്രസരിപ്പിക്കാനും കഴിയും. നാം റോമ 6:8 മുതൽ 11 വരെയുള്ള ഭാഗമാണ്. നാം ക്രിസ്തുവിനോടുകൂടെ
റോമർ അധ്യായം 8:11. ഇത് ഈ പാരഗ്രാഫിൻ്റെ അനുബന്ധമാണ്. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അതാണ് ഈശോയുടെ മരണം എന്ന് പറയുന്നത്. ഈശോയെ ഇതാ കുരിശിൽ ഈശോയെ ആണിയടിച്ചിരിക്കുന്നത് നോക്കൂ. കുരിശിൽ ഈശോയെ ആണിയടിച്ചപ്പോൾ പാപം നിറഞ്ഞ യേശുവിൻ്റെ ശരീരത്തെ ക്രൂശിച്ചു. അതിലൂടെ പാപത്തെ ക്രൂശിച്ചു. പാപത്തെ പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു എന്ന് പറഞ്ഞ എല്ലാവരും, പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. വളരെ ബുദ്ധിമുട്ടാണിത് മനസ്സിലാക്കാൻ. തുടർന്ന് അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. ഇതാണ് മാമോദീസായിൽ സംഭവിക്കുന്നത്. നമ്മൾ മാമോദീസ മുങ്ങിയപ്പോൾ യേശുവിൻ്റെ മരണത്തിൽ മുങ്ങി. മുങ്ങിയിട്ട് പൊങ്ങിയോ? മുങ്ങിയിട്ട് പൊങ്ങിയപ്പോൾ യേശുവിൻ്റെ ഉത്ഥാനത്തിൽ പൊങ്ങി. അതാണ് ഉയർപ്പ് രാത്രി അല്ലെങ്കിൽ ഉയർപ്പ് ശനിയാഴ്ച രാത്രി നമ്മൾ മാമോദീസ നവീകരിക്കുന്നത്. അവൻ്റെ മരണത്തിലൂടെ നമ്മൾ നമ്മുടെ പാപത്തിൽ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരിച്ചു. ആ മരിച്ച നമ്മുടെ ശരീരം യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെ ജീവിക്കുന്നു. യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടാണത് മനസ്സിലാക്കാൻ. ഒന്ന് സ്തുതിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, പ്രൈസ് ദി ലോർഡ്. കാറ്റക്കിസത്തിൽ അടുത്ത പാരഗ്രാഫ് 1988. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പാപത്തിന് മരിച്ചുകൊണ്ട്, അതാണ് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ പ്രവൃത്തിയിലൂടെ ഇതൊന്നുമല്ല നടക്കണം. ഒന്ന് വായിച്ചേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പാപത്തിന് മരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പീഡാസഹനത്തിലും പുതിയ ജീവിതത്തിലേക്ക് ജനിച്ചുകൊണ്ട് അവിടുത്തെ പുനരുത്ഥാനത്തിലും നാം പങ്കുപറ്റുന്നു. സഭയാകുന്ന അവിടുത്തെ ശരീരത്തിലെ അവയവങ്ങളാണ് നമ്മൾ. അവിടുന്ന് തന്നെയാകുന്ന മുന്തിരിച്ചെടിയിൽ ഒട്ടിച്ചേർക്കപ്പെട്ട ശാഖകളാണ് നമ്മൾ. പരിശുദ്ധാത്മാവിലൂടെ നാം ദൈവീകതയിൽ പങ്കാളികളാകുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിലൂടെ നാം ദൈവപ്രകൃതിയുടെ സ്വീകർത്താക്കളായിത്തീരുന്നു. ഇക്കാരണത്താൽ
പരിശുദ്ധാത്മാവ് ആരിൽ വസിക്കുന്നുവോ അവർ ദൈവീകരാക്കപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്. അതൊന്നുകൂടി വായിച്ചാൽ അവരേറ്റ് പറഞ്ഞുകൊണ്ടൊന്നുകൂടി വായിപ്പിച്ചേ. പരിശുദ്ധാത്മാവിലൂടെ നാം ദൈവീകതയിൽ പങ്കാളികളാകുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിലൂടെ നാം ദൈവീക പ്രകൃതിയുടെ സ്വീകർത്താക്കളായിത്തീരുന്നു. ഇക്കാരണത്താൽ പരിശുദ്ധാത്മാവ് ആരിൽ വസിക്കുന്നുവോ അവർ ദൈവീകരാക്കപ്പെടുന്നു. ഇത് വിശുദ്ധ അത്തനാസ്യോസിൻ്റെ പ്രബോധനമാണ്. 1989 പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിൻ്റെ പ്രഥമ പ്രവൃത്തി മാനസാന്തരമാണ്. സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ മാനസാന്തരപ്പെടുവിൻ എന്തെന്നാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന യേശുവിൻ്റെ സന്ദേശം അനുസരിച്ചുള്ള നീതീകരണത്തെ സാക്ഷാത്കരിക്കുന്നതാണത്. കൃപാവരത്താൽ പ്രചോദിക്കപ്പെടുന്ന മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുകയും പാപത്തിൽ നിന്ന് അകലുകയും ചെയ്യുന്നു. അപ്പോൾ മാനസാന്തരം എന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിനെ പാപത്തിൽ നിന്നും ദൈവത്തിലേക്ക് തിരിക്കുന്ന അവസ്ഥയ്ക്കാണ് മാനസാന്തരം, മെറ്റനോവ. അത് നമ്മുടെ മനുഷ്യശക്തി കൊണ്ടല്ല. അതാണ് നമ്മൾ പ്രാരംഭ ധ്യാനത്തിലെല്ലാം ആളുകൾ വന്ന് വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്തവർ, പാപം എന്താണെന്ന് അറിയാത്തവർ, നമ്മൾ പാപത്തെക്കുറിച്ച് വിശദമായി പഠിപ്പിച്ചു. പിന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കി. അപ്പോഴാണ് അവർ വാവിട്ട് കരഞ്ഞ് പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് ജീവിതത്തിലെ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞു മാനസാന്തരത്തിലേക്ക് വരുന്നു. ലോകം മുഴുവൻ അതുപോലെ മാനസാന്തരത്തിലേക്ക് വരും. അതാണ് കർത്താവിൻ്റെ പദ്ധതി. നമ്മൾ ഇന്നലെ കൊച്ചു ത്രേസ്യയുടെ ആ പടത്തിൽ കണ്ടു. 3 ട്രിപ്പിൾ മർഡറാണ് അവൻ ചെയ്തത്. 3 കൊലപാതകങ്ങൾ. അവൻ കുമ്പസാരിക്കേണ്ട, ദൈവമില്ല എന്നെല്ലാം പറഞ്ഞ അവൻ ഈ 14 വയസ്സുകാരി കൊച്ചു ത്രേസ്യയുടെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലുള്ള പ്രാർത്ഥനയിലൂടെ അവൻ്റെ ആത്മാവിലേക്ക് മാനസാന്തരത്തിൻ്റെ കൃപ കൊടുത്തു. അവൻ മരിക്കുന്നതിന് മുൻപ് യേശുവിലേക്ക് തിരിഞ്ഞു. ഇങ്ങനെ എല്ലാവരെയും തിരിക്കണം. അതാണ് കൊന്ത ചെല്ലണതിൻ്റെ ഉദ്ദേശം. കൊന്ത ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചൊല്ലിയാ പ്രാർത്ഥിക്കുന്നത്? ഓ എൻ്റെ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഫാത്തിമ പ്രയർ, ഇതാണ് ഫാത്തിമയിലെ സന്ദേശത്തിൻ്റെ കാതലായ ഭാഗം. ഫാത്തിമയിലെ സന്ദേശത്തിൽ നരകത്തിലെ ആത്മാക്കൾ കിടക്കുന്നതെല്ലാം കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എല്ലാ പിതാക്കന്മാരും, പോപ്പ് ബെനഡിക്റ്റ്, പോപ്പ് ജോൺ പോൾ II ഉടനെ പറയണം, നിങ്ങൾ കൊന്ത ചെല്ലാനാണ് പറഞ്ഞേക്കണേ. അങ്ങനെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏത് ആത്മാക്കൾ? നരകത്തിൽ പോയവർക്ക് വേണ്ടിയല്ല. അപ്പോൾ സന്ദേശങ്ങളിൽ 2 കാര്യമുണ്ട്. സന്ദേശങ്ങൾക്ക് ഒരു വശം പ്രവചനമാകാം, മറുവശം ഒരു വാണിംഗ് ആണ്. എന്തിനാണ് വാണിംഗ്? ആരെയും ഭയപ്പെടുത്താനല്ല, അവരെ രക്ഷിക്കാനാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഇപ്പോൾ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും ഞാൻ ഈ തലമുറയ്ക്ക് തരില്ല എന്ന് പറഞ്ഞു. എന്താ യോനായുടെ അടയാളം?
ദൈവം യോനായോട് പറഞ്ഞു, നീ നിനവേക്കാരോട് പറയുവിൻ, ഞാൻ നിങ്ങളെല്ലാം നശിപ്പിക്കാൻ പോവുകയാണ്. 40 ദിവസത്തിനകത്ത് നിനവേ നഗരം നശിക്കും. യോന പ്രഘോഷിക്കാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞിട്ടാണ്. എന്തുണ്ടായി? നിനവേക്കാർ മാനസാന്തരത്തിലേക്ക് വന്നു. അവർ പരിതപിച്ചു, അവർ പശ്ചാത്തപിച്ചു, അവർ ചാക്കൊടുത്ത് ചാരം പൂശി, രാജാവ് മുതൽ മൃഗങ്ങൾ വരെ. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, ഓ നിനവേ ഞാൻ നശിപ്പിക്കുകയില്ല, എനിക്ക് അവരോട് കരുണ തോന്നുന്നു. അപ്പോഴാണ് യോനായ്ക്ക് ദേഷ്യം വന്നത്. അതാണ് യോന അവരുടെ പാപം ഏറ്റെടുത്തോ. പക്ഷേ യേശുക്രിസ്തു എന്ത് ചെയ്തു? പാപം ഏറ്റെടുത്തു. സ്നാപകയോഹന്നാൻ പാപം ഏറ്റെടുത്തോ? ഇല്ല. അതാണ് സ്നാപകം. എന്നേക്കാൾ വലിയവൻ. എൻ്റെ മാമോദീസ ചിലർ പാപം ഏറ്റുപറഞ്ഞ് മാമോദീസ എടുക്കുന്നു. എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ പാപം ഏറ്റെടുത്ത് നിങ്ങൾക്ക് മാമോദീസ നൽകുന്നു. അതാണ് നമ്മൾ മാമോദീസയെക്കുറിച്ച് വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ എന്താ പറയുന്നത്? പാപമോചനത്തിനുള്ള ഏക മാമോദീസായിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതാണ്. നമ്മുടെ മാമോദീസായിലൂടെ ഉത്ഭവപാപവും കർമ്മപാപവും സകല പാപങ്ങളും മാറ്റപ്പെട്ട് നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. ഇത് വിശ്വസിക്കണം. അത് വിശ്വസിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവീകരണം നമ്മളിൽ സംഭവിക്കുന്നു. നമ്മളിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ എന്താണ് കണ്ടന്റ് അറിയാത്തത് കൊണ്ടാണ്. 1989 വരാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിന് പ്രഥമ പ്രവൃത്തി മാനസാന്തരമാണ്. സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ മാനസാന്തരപ്പെടുവിൻ, എന്തെന്നാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന യേശുവിൻ്റെ സന്ദേശം അനുസരിച്ചുള്ള നീതീകരണത്തെ സാക്ഷാത്കരിക്കുന്നതാണത്. കൃപാവരത്താൽ പ്രചോദിപ്പിക്കപ്പെടുന്ന മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുകയും പാപത്തിൽ നിന്ന് അകലുകയും ചെയ്യുന്നു. അങ്ങനെ ഉന്നതത്തിൽ നിന്ന് മാപ്പ് നീതീകരണവും സ്വീകരിക്കുന്നു. നീതീകരണം പാപങ്ങളുടെ പൊറുതി മാത്രമല്ല, ആന്തരിക മനുഷ്യൻ്റെ വിശുദ്ധീകരണവും നവീകരണവും കൂടിയാണ്. ആന്തരിക മനുഷ്യൻ പുതിയ സൃഷ്ടിയാകുന്നു. അത് മാമോദീസായിലുള്ളതാണ്. 1265 മാമോദീസ എല്ലാ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുക മാത്രമല്ല വിശ്വാസത്തിലെ നവജാതനെ ഒരു പുതിയ സൃഷ്ടിയാക്കുകയും ചെയ്യുന്നു. പുതിയ സൃഷ്ടിയാക്കി കഴിഞ്ഞാൽ പിന്നെ പഴയതുണ്ടോ അവനിൽ വല്ലതും? ഒന്നെല്ലാവരും ശ്രദ്ധിച്ചോ? പുതിയ സൃഷ്ടിയാക്കി കഴിഞ്ഞാൽ പിന്നെ പഴയതുണ്ടാകുമോ അവനിൽ? പഴയതുണ്ടാകുമോ? അപ്പം അവൻ്റെ അപ്പാപ്പൻ ചെയ്ത തെറ്റൊക്കെ അവനിലുണ്ടാകുമോ? അവൻ്റെ അപ്പാപ്പൻ്റെ പാപം മൂലമുള്ള ശാപം അവനിലുണ്ടാകുമോ? അതാണ് ഈ മാമോദീസ സ്വീകരിച്ച നമ്മൾ. ഇന്നും പലരും പറയണത് ഈ പ്രശ്നത്തിൻ്റെ എല്ലാം കാരണം നിൻ്റെ പൂർവ്വശാപമാണ് എന്ന് പറയുമ്പോൾ എവിടെയാണ് നീതി? എവിടെയാണ് മാമോദീസായിലൂടെയുള്ള പാപമോചനത്തിലുള്ള വിശ്വാസം? മാമോദീസായിലൂടെ സകല പാപങ്ങളും പാപത്തിൻ്റെ അനന്തരഫലങ്ങളും ഉത്ഭവപാപവും കർമ്മപാപവും പാരമ്പര്യ പാപവും സകലതും മാറ്റപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
മാത്രമല്ല നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി എന്ന് വിശ്വസിക്കുന്നുവോ? ഇതാണ് നമ്മുടെ വിശ്വാസം. സംശയമുള്ളവർ വിഷമിക്കണ്ട, പരിശുദ്ധാത്മാവ് അത് മാറ്റിത്തരണം. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ ഇത് മാറ്റിത്തരണം. അതാണ് ദൈവം യേശുക്രിസ്തുവിന് നമുക്ക് നൽകിയിരിക്കുന്നത്. എന്തായിട്ടാണ്? ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണം. പരിത്രാണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ പുതിയ സൃഷ്ടിയാക്കി. നമ്മളെ പുതിയ സൃഷ്ടിയാക്കി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾക്ക് ഇനി പുതിയ സൃഷ്ടിയാകാൻ കർത്താവിൻ്റെ വശത്ത് ഒന്നും ചെയ്യേണ്ടതില്ല. കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പുതിയ സൃഷ്ടിയാണ്. പക്ഷേ അതിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ ഇപ്പോഴും വരുന്നില്ല. കാരണം നമ്മളിപ്പോഴും വിശ്വസിക്കുന്നില്ല. മാമോദീസായിലൂടെ ഇതൊക്കെ നടന്നെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. കുറച്ച് നാൾ മുമ്പ് ഒരു പെൺകൊച്ച്, ബാംഗ്ലൂരിലുള്ള കൊച്ചു പറയാണ്, ബ്രദറെങ്കിലേ കഴിഞ്ഞ ആഴ്ച ഞാൻ അമ്മയ്ക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, എൻ്റെ ചെവിക്ക് ഭയങ്കര വേദന വന്നപ്പോൾ അമ്മേനെ വിളിച്ചു പറഞ്ഞു. അമ്മ പറഞ്ഞു, ഓ എന്നാലേ ഞാനൊരു കൗൺസിലറോട് ചോദിക്കട്ടെ എന്താണ് അതിന് കാരണമെന്ന്. സോറി കൗൺസിലേഴ്സ്, ക്ഷമിക്കണം കേട്ടോ, ഞാൻ എന്നോട് വിരോധമൊന്നും വിചാരിക്കരുതേ. അപ്പോൾ അമ്മ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ആ കൗൺസിലർ പറഞ്ഞു ഇതെന്തോ പൂർവ്വശാപമാണ്, അതുകൊണ്ട് അതിന് ഇന്ന പരിഹാരങ്ങൾ ചെയ്യണം. കുറേ ലിസ്റ്റാണ് പരിഹാരത്തിൻ്റെ. ഇതാണോ നവീകരണം? പറയും. ഇതാണോ നമ്മുടെ വിശ്വാസം? പറയും. ഇതേത് വിശ്വാസമാണ്? കർത്താവ് വിശ്വസിച്ച. അപ്പോൾ ഇന്ന പാപങ്ങൾ ചെയ്താൽ ഇത്ര തലമുറയ്ക്ക് ശിക്ഷ ഉണ്ടാകുമെന്ന് ബൈബിള് പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ടോ? ഇല്ലയോ? ഉണ്ട്. എവിടെ പറയണ ബൈബിള്? മോശയുടെ കാലത്ത് പറയുന്നു. നമ്മളേത് കാലത്ത് ജീവിക്കുന്നവരാണ്? നമ്മൾ ആരുടെ കാലത്ത് ജീവിക്കുന്നവരാണ്? യേശുവിൻ്റെ കാലത്ത്. ഈ മോശയുടെ കാലവും ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ജീവിക്കുന്ന നമ്മുടെ കാലവും ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എന്ത് സംഭവിച്ചു? ഈശോ വന്നിട്ട് എന്ത് ചെയ്തു? പാപവും പാപത്തിൻ്റെ ശിക്ഷയും പാപത്തിൻ്റെ ശാപവും അവൻ ഏറ്റെടുത്തോ ഇല്ലയോ? ഗലാത്യ 3:13 എന്താ പറയണേ? അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടതിലൂടെ ശാപവും ഏറ്റെടുത്തു. കുരിശിൽ വായിച്ചോളൂ. ഗലാത്യ ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നതുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. ഒന്ന് വിശ്വസിച്ചേ, പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിക്കാമോ? ഇത് വിശ്വസിക്കുന്നവരൊന്ന് കരമുയർത്തിയേ, എന്നിട്ട് ഉച്ചത്തിൽ പ്രഘോഷിച്ചേ. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. ക്രിസ്തു എന്തെല്ലാമാണ് ഏറ്റെടുത്തത്? നമ്മുടെ പാപവും പാപത്തിൻ്റെ ശിക്ഷയും നിയമത്തിൻ്റെ ശാപവും ഏറ്റെടുത്തിരിക്കുന്നു. ഒന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രീഡം, ഭയങ്കര സ്വാതന്ത്ര്യം കിട്ടുന്നു. ചിലർ വന്നു, എൻ്റെ ബ്രദറെ, എൻ്റെ വീട്ടിൽ ഒരു അനുഗ്രഹമില്ല, എന്തോ ശാപമാണ്, എന്ത് ചെയ്താലും നന്നാവണില്ല. ഞാൻ പറഞ്ഞു, കാരണം നീ ശാപത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. നിന്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ. എന്ന് പറഞ്ഞാൽ നിന്റെ വിശ്വാസത്തിലൂടെ നീ മനസ്സിലാക്കണം, ക്രിസ്തു നിനക്ക് ആരാ, ക്രിസ്തു നിനക്ക് എന്നാ ചെയ്തു. വിശ്വസിക്കണം. ക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒന്നെല്ലാവരും പറഞ്ഞേ, ക്രിസ്തു എനിക്ക് വേണ്ടി
എൻ്റെ പാപങ്ങളും എൻ്റെ ശിക്ഷയും എൻ്റെ സകല ശാപങ്ങളും ഏറ്റെടുത്ത് എന്നെ പുതിയ സൃഷ്ടിയാക്കി മറ്റൊരു ക്രിസ്തുവാക്കി കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. മരിച്ച യേശുക്രിസ്തുവിനെ അടക്കിയല്ലോ. ആ കല്ലറയിൽ എന്ത് സംഭവിച്ചു? ആ പഴയ ശരീരം മാറി പുതിയ ശരീരമായി. പഴയ രക്തം പൂർണ്ണമായിട്ട് ചോർന്നു പോയതാണല്ലോ. പിന്നെ ഉയർത്ത യേശുവിൽ പുതിയ രക്തം ഉണ്ടായോ ഇല്ലയോ? ആ പുതിയ രക്തവും പുതിയ ശരീരവുമാണ് ഓരോ ദിവസവും ഈ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ഭക്ഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ പുതിയ ആത്മാവിലാണ് നമ്മൾ സ്നാനം സ്വീകരിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെ പഴയത് നമ്മളിൽ എന്തെങ്കിലും ചെയ്യും? പഴയതിന് നമ്മളിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടോ? ക്രിസ്തു യുഗത്തെ തന്നെ മാറ്റിയിരിക്കുന്നു. ക്രിസ്തു വംശം എന്ന് പറയുന്നത് എന്താ? പ്രപഞ്ചത്തെ മുഴുവനും രണ്ടായി മാറ്റിയിരിക്കുന്നു. പ്രപഞ്ചത്തെ മുഴുവനും നവീകരിച്ചിരിക്കുന്നു. ഞാൻ ആൽഫായും ഒമേഗായുമാണ്. സകലതും ഞാൻ നവീകരിച്ചിരിക്കുന്നു. സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിശ്വസിച്ചു. നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. ഇന്നും ലോകം സുവിശേഷവൽക്കരിക്കാത്തതിന്റെ കാരണം ഈ നമ്മളാകുന്ന ക്രിസ്ത്യാനികൾ തന്നെ ഈ സുവിശേഷത്തിന്റെ രഹസ്യം അറിഞ്ഞാലല്ലേ ഇത് നമ്മളിലൂടെ ഒഴുകുള്ളൂ. ഇന്നും നമ്മൾ പൂർവശാപവും ശിക്ഷയുമാണ് വിശ്വസിക്കുന്നതെങ്കിൽ അത് സുവിശേഷമാണോ? സ്നേഹമുള്ളവരെ, എനിക്ക് കുറേ നാൾ ജീവിക്കണമെന്ന് ആഗ്രഹമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. പെട്ടെന്ന് പോകണം. എന്തെങ്കിലും ഒരാഗ്രഹം ജീവിക്കാനുണ്ടെങ്കിൽ എന്തിനു വേണ്ടി? അത് സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പെട്ടെന്ന് പോകുന്നൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങനെയൊന്നും പോകുമൊന്നുമില്ല. ഒരു 20 വർഷം കൂടി ഈ സുവിശേഷം പ്രഘോഷിക്കാം. സുവിശേഷത്തിന് വേണ്ടി മാത്രം. ഒരു ദിവസവും വിശ്രമം പാടില്ല. വിശ്രമത്തിന്റെ സമയമല്ല. പ്രഘോഷിക്കുക. ഈ സുവിശേഷം നമ്മുടെ ഉള്ളിൽ അങ്ങ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശക്തി എന്തോ ഒരു ശക്തിയാണെന്നറിയാമോ? അത് എന്തോ ഒരു ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ സുന്ദരം എന്ന് പറയുന്നതിൻ്റെ എല്ലാ അർത്ഥം അതാണ്. സുവിശേഷമാകണം നമ്മൾ. എന്തെങ്കിലും പ്രഘോഷിക്കുന്നതിലോ ശാപമോ കോപമോ പഴയതോ അല്ല, പുതിയത്, പുതുവീഞ്ഞ്. കേൾക്കുവീൻ. തുടർന്ന് നമുക്ക് കാറ്റഗിസ്റ്റിലേക്ക് പോകാം. 1990 നീതീകരണം ദൈവത്തിൻ്റെ സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്നു. എന്നെല്ലാവരും ഏറ്റു പറഞ്ഞേ. നീതീകരണം വായിച്ചോ. ദൈവത്തിൻ്റെ സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ള പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്നു. അവൻ്റെ ഹൃദയത്തെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം മുൻകൈയെടുത്ത് മാപ്പ് നൽകുന്നു. നീതീകരണം അതിനെ പിന്തുടരുന്നു. അത്
മനുഷ്യനെ ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുകയും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. Praise the Lord. ദൈവത്തിൻ്റെ സ്നേഹത്തിന് വിരുദ്ധമായി നിൽക്കുന്ന പാപത്തിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിക്കുന്നു. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ വന്നത് കൽപ്പനകളെ റദ്ദാക്കാനല്ല, കൽപ്പനകളെ പൂർത്തിയാക്കാൻ. ഞാൻ എങ്ങനെ പൂർത്തിയാക്കും? സ്നേഹം നിങ്ങളുടെ അകത്തേക്ക് അങ്ങ് ഒഴുക്കും. എങ്ങനെ ഞാൻ സ്നേഹം ഒഴുക്കും? എൻ്റെ ജീവൻ നൽകിക്കൊണ്ട് സ്നേഹം ഒഴുക്കും. അതാണ് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. എനിക്ക് അത്രയ്ക്ക് സ്നേഹമാണ്. നീ എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റ്, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ആ തെറ്റ് ഞാൻ ഏറ്റെടുത്ത്, ആ ശിക്ഷയും ഏറ്റെടുത്ത് നിന്നെ ഞാൻ രക്ഷിക്കും. നിന്നെ ഞാൻ രക്ഷിക്കും. നീ എനിക്ക് അമൂല്യനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്. നിന്റെ അമ്മ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഇതിൻ്റെ എല്ലാം അർത്ഥം അങ്ങനെ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ നീതി അവൻ്റെ ഹൃദയത്തെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കുന്നു. ആര് ശുദ്ധീകരിക്കുന്നു? ദാവീദ് രാജാവ് ഇത്രയും അഭിഷിക്തനായിരുന്നിട്ടും മട്ടുപ്പാവിൽ നിന്നൊരു പെണ്ണിനെ നോക്കിയപ്പോൾ അയാൾ പാപത്തിൽ വീണു. എന്തുകൊണ്ട്? അയാളുടെ ഹൃദയം ആ ഉത്ഭവപാപത്താൽ കലുഷിതമായ ഹൃദയമായിരുന്നു. അതുകൊണ്ട് ദാവീദ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് പറ്റണില്ല, ഇത്രയും വലിയ അഭിഷിക്തനാണെന്ന് പറഞ്ഞിട്ടും എനിക്ക് പറ്റണില്ല. അതുകൊണ്ട് ദൈവമേ, നിർമ്മലമായൊരു ഹൃദയമെന്നിൽ സൃഷ്ടിച്ചരുളുക നാഥ. ശ്രദ്ധിക്കണം, എന്താണ് അവിടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? ഹൃദയം എന്നിൽ സൃഷ്ടിക്കണേ. സൃഷ്ടിക്കണേ. ആർക്കാണ് സൃഷ്ടിക്കാൻ പറ്റുന്നത്? സൃഷ്ടാവിന്. എനിക്ക് എൻ്റെ ഹൃദയത്തെ മാറ്റാൻ പറ്റുമോ? ഇപ്പം നമ്മൾ പണ്ടൊക്കെ ഞാനും നീ ഹൃദയം തുറന്നില്ലെങ്കിൽ നിനക്ക് അഭിഷേകം ഉണ്ടാവില്ല കേട്ടോ, നീ ഹൃദയം തുറന്നില്ലെങ്കിൽ എവിടെ ഹൃദയം തുറക്കണം? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അപ്പസ്തോലന്മാർ കതകടച്ച് ഭയന്നിരിക്കുന്ന മുറിയിലേക്ക് കർത്താവ് കടന്നു വന്നു. എവിടേക്ക് കടന്നു വന്നു? അടഞ്ഞ് കതകടച്ചിരിക്കെ. യോഹന്നാൻ 20:19. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഒന്ന് ചിന്തിക്കുക. പത്രോസും ഇവരെല്ലാവരും മുറിയുടെ അകത്ത് കതകടച്ചിരിക്കുകയാണ്. തോമാസ് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാ? തോമാസിനൊരു ഭയം ഉണ്ടായിരുന്നില്ല. അല്ലേ? ഇവരെല്ലാം യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കണു. അപ്പൊ എന്തുകൊണ്ട് തോമാസ് അവിടെ ഉണ്ടായില്ല? തോമാസിന് യഹൂദരെ ഭയം ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള തോമാസ്ലിഹായുടെ മക്കളാണ് നമ്മൾ. വരുവിൻ, അവനോടൊപ്പം പോയി നമുക്ക് മരിക്കാമെന്ന് പറഞ്ഞ തോമാ. ഓക്കെ, ഇവിടെ പത്രോസും കൂട്ടരിങ്ങനെ അടഞ്ഞ് വിറയ്ക്കാണ്. യഹൂദരെങ്ങാനും നമ്മളെയും കൊന്നാലോ എന്ന് പറഞ്ഞ് ഭയന്നിരിക്കുന്ന അടഞ്ഞിരിക്കുന്ന കതകിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കർത്താവ് രണ്ടടേങ്. അവർ ഇതെങ്ങനെ വന്നു? നീ കഥകാരാ തുറന്നേ? ആരുടെ കഥക തുറന്നേ? ഞാൻ തുറന്നില്ല. നീ ഞാൻ തുറന്നില്ല. കഥക് തുറക്കാണ്ട് അദ്ദേഹം അങ്ങനെ അകത്ത് വന്നു. അതാണ് ഉയർപ്പിൻ്റെ ശക്തി. നമ്മൾ ആരിലാണ് വിശ്വസിക്കുന്നേ? ഈ ഉയർപ്പിൻ്റെ ശക്തിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എൻ്റെ സ്നേഹിതരെ, അന്നു മുതൽ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഹൃദയം തുറക്കൂ, എന്നാ സൗഖ്യം കിട്ടും.
നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ സൗഖ്യം കിട്ടും. ഞാൻ പറയാറില്ല. പിന്നെ ഞാൻ പറഞ്ഞു, വിശ്വാസമില്ലെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളുടെ ഹൃദയം തുറന്നില്ലെങ്കിലും അടഞ്ഞ ഹൃദയത്തിൽ കടന്നു വരുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. Praise the Lord. വിശ്വസിക്കൂ. നീ വിശ്വസിച്ചാ മതി. എന്നിട്ട് എന്ത് പറഞ്ഞു? ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇതിന് പറയുന്നത്, ഇത് ഉൽപ്പത്തിയിൽ ഊതിയ ആ ഊതലിനെ നവീകരിച്ചുകൊണ്ട് മനുഷ്യവംശത്തെ മുഴുവനും നവീകരിക്കുന്ന ഒരു നിശ്വാസമായിരുന്നു. മനുഷ്യവംശത്തിന് മുഴുവനും നവീകരണത്തിൻ്റെ നിശ്വാസം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. എന്നിട്ട് എന്ത് പറഞ്ഞു? പിതാവ്, എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അത് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. കേട്ടോ? ക്ഷമിക്ക്, എല്ലാവരും ക്ഷമിക്ക്. മനസ്സിലാക്കണം, അന്ന് വരെ പാപം ക്ഷമിക്കാനുള്ള അധികാരം ദൈവപിതാവിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. എല്ലാ മനുഷ്യർക്കും പ്രത്യേകിച്ച് കൗതാശികമായ പാപമോചന ശുശ്രൂഷ ആരംഭിച്ചു. ഭൂമിയിൽ നീ ആരുടെ പാപവും ക്ഷമിക്കാം. അതാണ് ഒരു വൈദികന്റെ അധികാരമാണ്. ആ വൈദികൻ ഈ അധികാരം വെച്ചുകൊണ്ട് ആരെങ്കിലും നരകത്തിൽ പോകുന്നത് അവിടെ നോക്കി നിൽക്കാനാണോ വൈദികനാക്കിയിരിക്കുന്നത്? പറയും. പിശാചും കൂട്ടരും ഒരാളെ നരകത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോണത് ബൈ 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 എന്നും പറഞ്ഞ് നോക്കിയിരിക്കുവോ? അതോ നിക്കട അവിടെ, വാ, നീ എൻ്റെ അടുത്ത് വാ, നിന്റെ പാപങ്ങൾ എൻ്റെ അധികാരമനുസരിച്ച് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതലുള്ള ആവശ്യമുള്ളവരെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഓക്കെ, അപ്പോൾ നമ്മളുടെ വിശ്വാസത്തിൻ്റെ കാതൽ യേശുക്രിസ്തു മരിച്ചുയർത്തതിലൂടെ, പുതുജീവൻ നൽകിയതിലൂടെ പഴയതെല്ലാം അവസാനിച്ചിരിക്കുന്നു. ആ യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരിലും പഴയത് അവസാനിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം മുൻകൈയെടുത്ത് മാപ്പ് നൽകുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം മുൻകൈ എന്ന് പറഞ്ഞാൽ ഇനിഷ്യേറ്റീവ്. ആദം പാപം ചെയ്ത് ഒളിച്ചിരുന്നപ്പോൾ പിതാവ് പറഞ്ഞു, അവൻ എന്നെ തേടി വരട്ടെ. അവനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ് ചെയ്യേണ്ടത്, അവൻ വരട്ടെ. അതോ പിതാവ് മുൻകൈയെടുത്തോ? ആരവിടെ മുൻകൈയെടുത്തേ? പിതാവ്. മനുഷ്യവംശം മുഴുവൻ പാപം മൂലം ദൈവവുമായിട്ട് ശത്രുതയിലായിരുന്നപ്പോൾ മനുഷ്യൻ ദൈവത്തെ തേടി സ്വർഗത്തിൽ പോയോ? സ്വർഗം മനുഷ്യനെ തേടി ഭൂമിയിൽ വന്നോ? ആരാണ് മുൻകൈയെടുത്ത്? കിണറ്റിൻകരയിൽ നിൽക്കുന്ന സമരിയാക്കാരിയെ തേടി ഈശോ മുൻകൈയെടുത്ത് ചെന്നോ? ദൈവത്തിൻ്റെ മുൻകൈയെടുക്കൽ കാരുണ്യം മാപ്പ് നൽകുന്നു. നീതീകരണം അതിനെ പിന്തുടരുന്നു. അത് മനുഷ്യനെ ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുന്നു. പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. 1991 നീതീകരണം അതേസമയം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ദൈവത്തിൻ്റെ നീതിയുടെ സ്വീകരണമാണ്.
നീതി എന്നത്, എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, നീതി എന്നത് ദൈവസ്നേഹത്തിന്റെ ആർജവത്വം എന്നാണ് ഇവിടെ അർത്ഥം. നീതീകരണത്തോടു കൂടി വിശ്വാസവും ശരണവും സ്നേഹവും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിവേശിപ്പിക്കപ്പെടുന്നു. ദൈവഹിതത്തോടുള്ള അനുസരണവും നമുക്ക് നൽകുന്നു. ഇനി അടുത്തതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന പാരഗ്രാഫ്. ഒരു നിർവചനമാണ്, നിർവചന രൂപേണ 1992 വായിച്ചു സിസ്റ്റർ. സജീവവും വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനകവുമായ ബലിവസ്തുവായി തന്നെ കുരിശിൽ അർപ്പിക്കുകയും തൻ്റെ രക്തം എല്ലാ മനുഷ്യരുടെയും പാപപരിഹാരത്തിനുള്ള ഉപകരണമാക്കുകയും ചെയ്തു. ആ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിച്ചതാണ് നീതീകരണം. എല്ലാവരും ഒന്നേറ്റു പറഞ്ഞേ. സജീവവും വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനകവുമായ ബലിവസ്തുവായി തന്നെ കുരിശിൽ അർപ്പിക്കുകയും തന്റെ രക്തം എല്ലാ മനുഷ്യരുടെയും പാപപരിഹാരത്തിനുള്ള ഉപകരണമാക്കുകയും ചെയ്തു. ആ ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ ഫലമായി നമുക്ക് ലഭിച്ചതാണ് നീതീകരണം. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ടോ? സജീവം. ക്രിസ്തു ബലി അർപ്പിച്ചുവെങ്കിലും ക്രിസ്തു ദൈവമാണ്. ക്രിസ്തു മരിച്ചുവെങ്കിലും മരണമില്ലാത്തവനാണ്. മരണമില്ലാത്തവനേ ഇതാണ് രഹസ്യം. മരണമില്ലാത്തവൻ മരിച്ചു എന്ന് പറഞ്ഞ അർത്ഥം, അവൻ തൻ്റെ മരണത്താൽ നമ്മുടെ മരണത്തെ കീഴടക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരികയാണ്, ഈശോ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജെറുസലേമിലെ ഒരു കവലയിൽ വെച്ച് കുറേ ആളുകളുടെ മധ്യത്തിൽ ഈ യേശുവിനെ ആണിയടിക്കുകയും ചാട്ടവാറടിക്കുകയും ചെയ്ത പട്ടാളക്കാർ യേശുവിനെ കാണാനിടയായി. ആ സീനൊന്ന് ചിന്തിച്ച് നോക്ക്. ഇവനെയല്ലേ നമ്മളന്ന് അവിടെ കുരിശുമ്മ തറച്ച് കൊന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാനാണ് കുരിശുമ്മ തറച്ചത്. ഒരാൾ പറഞ്ഞു, ഞാനാണ് അവനെ ചാട്ടവാറണ്ട് അടിച്ച്, അപ്പം തന്നെ അവൻ ചാവേണ്ടതായിരുന്നു. ഞാനാണ് അവൻ്റെ തലയിൽ മുൾമുടി അടിച്ചത്. വേറെ ഒരുത്തപ്പോൾ ഞാനാണ് ആ കുരിശ് ചുമപ്പിച്ചത്. അവനെ കുരിശുമേന്ന് ചത്ത ശരീരം ഇറക്കിയത് ഞാനാണ്. എന്നിട്ട് അവനെന്ത് ഇവിടെ നമ്മുടെ മധ്യത്തിൽ ഇങ്ങനെ നിൽക്കണേ? അപ്പോൾ ഈശോ അവരെ കണ്ടിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ എന്നോട് ചെയ്ത തിന്മ ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നോട് ചെയ്ത തിന്മ ദൈവം നന്മയാക്കി മാറ്റിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ വചനം വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മൾ? ആരാ? ജോസഫ്, പഴയ നിയമത്തിലെ ജോസഫ് അവസാനം തൻ്റെ സഹോദരന്മാരെ കൊണ്ട് തന്നെ വെളിപ്പെടുത്തുകയാണ്. അതാണ് പഴയ നിയമത്തിലെ പുതിയ നിയമം. ആ പഴയ നിയമത്തിലെ ജോസഫ് ഈ യേശുവിൻ്റെ പീഡാനുഭവവും ആ വഞ്ചിക്കലുമെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ഒരവസ്ഥയാണ്. പറയാണ്, ഞാൻ നിങ്ങളുടെ സഹോദരൻ, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ.
ഇവരന്തം വിട്ടു. കഴിഞ്ഞടാ, നമ്മുടെ പണി കഴിഞ്ഞു, ഇനി അവൻ നമ്മളെ കൊല്ലും. ഉടനെ ജോസഫ് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ എന്നോട് ചെയ്ത തിന്മ ദൈവം നമുക്കെല്ലാവർക്കും വേണ്ടി നന്മയാക്കി മാറ്റിയിരിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ നീതി. ഓക്കെ, നമ്മൾക്കൊന്നുകൂടി ഏറ്റു പറയാം. 1992 ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധനം. സജീവം. ആ സജീവം എന്നുള്ളതിന് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. സജീവം. അവൻ മരിച്ചുവെങ്കിലും മരിച്ചോ? അവനെ കൊന്നുവെങ്കിലും മരിച്ചോ? മരിച്ചിട്ടില്ല. സജീവവും വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനകവുമായ ബലിവസ്തുവായി തന്നെ കുരിശിൽ അർപ്പിക്കുകയും തന്റെ രക്തം എല്ലാ മനുഷ്യരുടെയും പാപപരിഹാരത്തിനുള്ള ഉപകരണമാക്കുകയും ചെയ്തു. ഉപകരണം, ഇൻസ്ട്രുമെന്റ്, ഉപകരണം. ആ ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ ഫലമായി നമുക്ക് ലഭിച്ചതാണ് നീതീകരണം. ഇത് നിങ്ങൾ ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഇത് ശരിക്കും ഓർക്കുക. ഈ വിശുദ്ധ കുർബാനയിൽ ഉടനീളം അർപ്പിക്കുന്ന ഈ നീതീകരണമാണ്, സജീവ ബലിയാണ്. ആ ബലി അങ്ങനെ തന്നെ ഇവിടെ റീഎനാക്ട് ചെയ്യപ്പെടുകയാണ്. ആ ബലിയിൽ നമ്മൾ സജീവമായി പങ്കെടുക്കുകയാണ്. ആ ബലിയിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത് മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തിലൂടെ ലോകം മുഴുവനിലേക്കും, ഒരു വിശുദ്ധ ബലിയിലൂടെ ലോകം മുഴുവനിലേക്കും ഈ നീതീകരണം ഒഴുകുന്നു. അവൻ്റെ രക്തം വഴി നമുക്ക് ലഭിച്ചതാണ് നീതീകരണം. തുടർന്ന് വിശ്വാസത്തിൻ്റെ കൂദാശയായ മാമോദീസായിലൂടെ നീതീകരണം നൽകപ്പെടുന്നു. കൂദാശ സ്വീകരിക്കുമ്പോൾ ഈ നീതീകരണം നമുക്ക് നൽകപ്പെടുന്നു. തൻ്റെ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ നമ്മെ ആന്തരികമായി നീതിയുള്ളവരാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ നീതിയോട് അത് നമ്മെ അനുരൂപപ്പെടുത്തുന്നു. അതിൻ്റെ ലക്ഷ്യം ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും മഹത്വവും നിത്യജീവനാകുന്ന ദാനമാണ്. നിത്യജീവൻ ദാനമാണ്. നിത്യജീവൻ, അതാണ് ലക്ഷ്യം. എന്തിനാണ് ദൈവം നീതീകരിക്കുന്നത്? നിത്യജീവൻ, മഹത്വം നൽകുന്നതിന് വേണ്ടി. 1993 നീതീകരണം ദൈവത്തിൻ്റെ കൃപാവരവും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും തമ്മിൽ സഹകരണം ഉറപ്പിക്കുന്നു. മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് അവനെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തോടുള്ള സമ്മതം വഴിയും. ഇവിടെയാണ് മനുഷ്യൻ്റെ വശത്തു നിന്ന് എന്താണ് വേണ്ടത്? സമ്മതം. നമ്മൾ വിശ്വസിക്കണം. യേശു നൽകിയ വചനത്തോട് നമ്മൾ സമ്മതം. ആ വചനത്തിൽ വചനത്തെ നമ്മൾ സ്വീകരിക്കണം. അതാണ് നമ്മൾ ഇന്നലെ കേട്ടു, സുവിശേഷത്തിൽ വിശ്വസിക്കുക. സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ യേശുവിൻ്റെ വചനം. മലയിലെ പ്രസംഗത്തിൻ്റെ അവസാനം പറഞ്ഞു, എൻ്റെ ഈ വചനം ശ്രവിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു മതി, അത് എല്ലാവർക്കും അറിയാം. അത് വിട്ട് നീതീകരണത്തിലേക്ക് വീണ്ടും വരാൻ സമയം പോയി. നീതീകരണം ദൈവത്തിൻ്റെ കൃപാവരവും 1993 മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും തമ്മിൽ സഹകരണം ഉറപ്പിക്കുന്നു. ഈ മനുഷ്യന് ആ വചനം വിശ്വസിക്കണമെങ്കിലും ആ വചനം ഉൾക്കൊള്ളണമെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വേണം. പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് അവനെ